ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞ് മൃഗസംരക്ഷണ വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 2500 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഫീസ് ഈടാക്കുമ്പോൾ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആകുന്നില്ല. മൃഗസംരക്ഷണ വകുപ്പിലേക്ക് 184 വെറ്റിനറി സർജന്മാരെയും 168 ഡ്രൈവർ കം അറ്റൻഡറുടെയും ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. CMDയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനത്തിനായി അപേക്ഷിക്കുമ്പോൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഉയർന്ന അപേക്ഷാ ഫീസ് ഈടാക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്നത്. ഓൺലൈനിൽ അപേക്ഷിക്കാൻ കയറുമ്പോഴാണ് പല ഉദ്യോഗാർത്ഥികളും ഫീസിനെ കുറിച്ച് അറിയുന്നതും. വെറ്റിനറി സർജന് 2500 രൂപയും ഡ്രൈവർക്ക് 2000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഇത്രയധികം പോസ്റ്റുകൾ ഉള്ളതുകൊണ്ട് അപേക്ഷകരുടെ എണ്ണവും കൂടുതലായിരിക്കും. ഇതിൽ തന്നെ മൊബൈൽ വെറ്റിനറി യൂണിറ്റ്, മൊബൈൽ സർജറി യൂണിറ്റ്, കോൾ സെന്റർ എന്നിവിടങ്ങളിലേക്കുള്ള ഒഴിവിലേക്ക് പ്രത്യേകമായി അപേക്ഷ സമർപ്പിക്കണം. ഓരോ അപേക്ഷയ്ക്കും പ്രത്യേകം ഫീസും നൽകണം. ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞ് കോടികൾ നേടാനാണ് സംസ്ഥാന സർക്കാരിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ശ്രമം. 5000 പേർ അപേക്ഷിച്ചാൽ തന്നെ 1 കോടിയിലധികം രൂപ സർക്കാർ ഖജനാവിൽ എത്തും. എന്നാൽ ഉയർന്ന ഫീസ് കാരണം സാധാരണക്കാരായ പല ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാൻ മടിക്കുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.